സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് UPSC യോഗം 3 IPS ഉദ്യോഗസ്ഥരെ പരിഗണിച്ച് മറ്റു 3 പേരെ ഒഴിവാക്കിയതോടെ ADGP MR അജിത് കുമാർ പുറത്തായി. അജിത് കുമാറിനെ DGP ആക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾ ഇതോടെ വിഫലമായതായാണ് വിലയിരുത്തലുകൾ. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റവട ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. MR അജിത് കുമാറിനെ കൂടാതെ സുരേഷ് വ്യാസ് പുരോഹിതിനെയും ADGP മനോജ് എബ്രഹാമിനെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി കാലാവധി പൂർത്തിയാക്കുന്ന ഒഴിവിലേക്ക് MR അജിത് കുമാറിനെ എത്തിക്കാനായിരുന്നു സർക്കാർ ശ്രമം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ മാസമാണ് വിരമിക്കുന്നത്. അനുമതിക്കായി സംസ്ഥാന സർക്കാർ അയച്ച 6 പേരുടെ പട്ടികയിൽ DGP അജിത് കുമാർ ഉൾപ്പെട്ടിരുന്നെങ്കിലും UPSC യോഗം ഒഴിവാക്കുകയായിരുന്നു. 30 വർഷം സേവനം പൂർത്തിയാക്കിയ IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിൽ ആദ്യത്തെ 3 പേരാണ് UPSC ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടത്. അജിത് കുമാറിനെതിരെ കവടിയാറിലെ ഫ്ളാറ്റ് നിർമ്മാണം, വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ DGP നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ ADGPക്ക് പൂരം അലങ്കോലമായതിനാൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന് ഈ റിപ്പോർട്ടുകളൊക്കെ കിട്ടുമ്പോഴും പിണറായി വിജയന് ഏറ്റവും അടുപ്പവും ഇഷ്ടവുമുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ MR അജിത് കുമാറിനെ പരിഗണിക്കാനായിരുന്നു ആദ്യം മുതൽ നീക്കം നടത്തിയത്. എന്തൊക്കെ അജിത് കുമാർ ചെയ്താലും അജിത് കുമാറിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെ വീണ്ടും തന്ത്രപ്രധാനമായ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും ഫലവത്തായില്ല.